ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ അവർക്കിടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളത്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഫീലിങ്സ്, യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ്. ഓക്കെ, current situation and current feelings of your person. ഓക്കെ, സപ്പോർട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിലായിരിക്കാം, അതുകൊണ്ട് തന്നെ ഐ ആം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽട്ട് ടൈം എന്നവർ പറയുകയാണ്. അതായത് നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം കൂടുതൽ പേർക്കും ഈ ഒരു മിസ് ഫീലിങ്സ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. യെസ്, അവർ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, വളരെ ഡിഫിക്കൽട്ടായിട്ട് പോവാണ്. അവർക്ക് ഈ ഒരു സെപ്പറേഷന് കാരണം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളാണെന്നാണ്. അത് നിങ്ങളുടെ സൈഡിലുള്ള വ്യക്തികളാണെന്നാണ് അവർ പറയുന്നത്. അത് മേ ബി നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം എന്ന് ഒരു മുന്നറിയിപ്പ് ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ എന്ത് സാഹചര്യമാണെങ്കിലും അവർ പറയുന്നത് അവർക്ക് നിങ്ങളോട് പ്രണയം തന്നെയാണ്. ഓക്കെ, ഈ ഒരു മൊമെൻറ്റിലും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിലും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ, നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് എന്നുള്ളതാണ്. അതായത് എല്ലാ രീതിയിലും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങളാണ് അവരുടെ ലോകം എന്ന്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ്, അല്ലെങ്കിൽ അത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് അവർക്കുള്ളത് എന്ന് നമുക്കിവിടെ വ്യക്തമാണ്. ആൻഡ് യെസ്, എപ്പോഴും അവർക്ക് നിങ്ങളോട് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സെപ്പറേഷൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും പ്യുവറായിട്ടുള്ളൊരു പ്രണയമാണ് അവർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മൊമെൻറ്റിലും അവർ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. ആൻഡ് അവർക്ക് എപ്പോഴും നിങ്ങളോട് ഒരു ജലസാണ്, അല്ലെങ്കിൽ ഒരു ദേഷ്യമാണ്. ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി എന്നുള്ളതാണ്. അതായത് അവർ ഓവറായിട്ട് നിങ്ങളെ കാര്യത്തിൽ പൊസസീവ് ആവുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ട്. പെട്ടെന്ന് തന്നെ അവർക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങളോട് പിണങ്ങാറുണ്ട്. നിങ്ങളോട് ഒരു ജലസ് പോലെ, അതായത് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെ ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ്. അതായത് അവർക്കാണ് അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിൽ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത്, അതായത് മൂന്നാമതൊരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഒരു തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അവർക്കറിയാതൊരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാണ്. അതായത് അവർ ചെയ്തത് തെറ്റായിപ്പോയി. അതായത് ഇനി അവർ നിങ്ങളോട് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, നിങ്ങളുടെ ആൻസർ എസ് ആവുമോ നോ ആകുമോ, അങ്ങനെ ഒരു ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളത്. ഓക്കെ, ആൻഡ് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി. ഓക്കെ, അവരുടെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണം. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സപ്പോർട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
ആൻഡ് അവർ എപ്പോഴും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ നിങ്ങളുടെ ആ ഒരു എന്താണ് ഒരു കോൺവെർസേഷൻ കേട്ടിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി കണ്ടിരിക്കാൻ, അതായത് നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളുടെ സ്വരം കേൾക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അവർ ഒരുപാട് ആ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാണ്. അത്രയും ഒരു മിസ് ഫീലിങ്സ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവരുടെ സിറ്റുവേഷനും അത്രയും വേസ്റ്റാണ്. കാരണം നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർക്ക് ഇമോഷണൽ ബാഗേജസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവരുടെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഒരു ചിന്തയാണ്. അവരുടെ ഹൃദയം തന്നെ തകർന്നു പോയിരിക്കുകയാണ് എന്നുള്ളത്. അത്രയും അവർക്ക് എന്താണ് മറ്റൊരു കാര്യത്തിലേക്കും ഫോക്കസ്ഡ് ആവാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നോ. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഓവറോൾ എനർജിയിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് മിസ് ഫീലിങ്സ് തന്നെയാണ്. കറണ്ട് ഫീലിങ്സ് ആണ് നോക്കിയത് കൊണ്ട് നമുക്ക് കൂടുതൽ വരുന്നത് മിസ് ഫീലിങ്സ് ആണ്. അവർ നിങ്ങളുടെ മെമ്മറീസിലാണുള്ളത്. ഓക്കെ, ഒരുപാട് അവർക്ക് നിങ്ങളെ അത്രയും ബാഡ്ലി മിസ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു മൊമെൻറ്റിൽ തന്നെ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാണ്. മേ ബി ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ നല്ല നല്ല ഓർമ്മകൾ വരുന്നുണ്ടാവാം. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ടാവാം. കാരണം അത്രയും നിങ്ങളും ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെയിം ഫീലിങ്സ് ആണ് കിട്ടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും. നിങ്ങളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായി സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലും അത്രയും ഡീപ്പായിട്ടൊരു പ്രണയം വ്യക്തിയോടുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാവില്ല. അത്രയും നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വ്യക്തിയെക്കാളേറെ നിങ്ങൾക്ക് ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളും ആ വ്യക്തിയുടെ മെമ്മറീസിലാണ്. ഓക്കെ, അവരുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആണ് നിങ്ങളോടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടാവുമെന്ന് പോലും അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളും അതുപോലെ തന്നെ ഇങ്ങനൊരു ലൈഫിൽ സംഭവിക്കും, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവും, ഇങ്ങനൊരു സെപ്പറേഷൻ്റെ വേദന അനുഭവിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്രയും നിങ്ങൾ ഈ വ്യക്തിയോട് ഉള്ള ആഴത്തിലുള്ളൊരു പ്രണയത്തിലായിരുന്നു. ഓക്കെ, നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് 24/7. എത്ര തന്നെ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായാലും ഫുൾ ടൈം അല്ലെങ്കിൽ 24 hours നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ സാമീപ്യമാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ അവർ പറയുകയാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ഡിസിഷൻ എടുക്കേണ്ടുന്നൊരു സമയമാണ്, ഇനിയും ഒന്നിനും വൈകിക്കൂടാ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ചിന്തിച്ചിരിക്കാതെ ചില തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി നമ്മുടെ ആ ചെറിയ ലൈഫ് ടൈം എന്തിനാണ് നമ്മൾ ഇല്ലാണ്ടാക്കുന്നത്. ഓക്കെ, അത്രയും സമയം സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരിക്കൽ പോലും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ആ വ്യക്തിയിലാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ വ്യക്തി നഷ്ടപ്പെടുമ്പോൾ അത്രയും ഒരു വിഷമം ഉണ്ടാകുന്നത്. നമ്മളെ ഈ വിഷമം എന്ന് പറയുന്നത് ആരാണ് കാണുന്നത്? നമ്മൾ മാത്രമാണ് കാണുന്നത്. ആരാണ് എക്സ്പീരിയൻസ്? നമ്മൾ മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക ഒന്നിനോടും. ഓക്കെ, എല്ലാത്തിനോടും അമിതമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക മീൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, നമ്മൾ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തി നമ്മളെ സ്നേഹിക്കും, നമ്മൾ നൽകുന്ന കാര്യങ്ങൾ ആ വ്യക്തി തിരിച്ച് നൽകും, നമ്മളെ കെയർ ചെയ്യും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അവരുടെ വിഷമമായിട്ട് അവരെ എടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചിന്തയാണ് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ നല്ല ദിവസങ്ങളും ഈ ഒരു സെപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോവാണ്. ഓക്കെ, സോ നിങ്ങളത് കൂടുതൽ ഈ ഒരു കാര്യം മനസ്സിലെടുക്കുക. നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വേണം, സ്നേഹം വേണം, അതുപോലെ തന്നെ ലൈഫിലൊരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയറിൻ്റെ ഒരു പ്രോഗ്രസ്, അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആവുന്നവർക്കാണ് കൂടുതലായിട്ടും ആ ഒരു കാര്യത്തിൽ പെയിൻ ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ്
ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും പലർക്കും ഒരു മാരേജിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെയേറെയുണ്ട്. ഒരു 90% ഈ വ്യക്തി അത്രയും പ്യുവർലി ആയിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നിനു വേണ്ടിയിട്ടും വേറൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ആ വ്യക്തി പ്രണയിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ലൈഫിൽ കൂടെ കൂട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ആ വ്യക്തിയിലുള്ളത്. ഓക്കെ, എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് ഓവർ പൊസസീവ്നെസ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. അവർ നിങ്ങളുടെ കാര്യത്തിൽ അവർ സെൽഫിഷാണ്. ഓക്കെ, ഈ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്രയും അവർ സ്ട്രഗിൾ ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു പുതുവത്സരം ആശംസിക്കുകയാണ്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പുതുവത്സരത്തിലെങ്കിലും നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആവാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ പഠിക്കുക. ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഉള്ള സമയം നിങ്ങൾ മാക്സിമം സന്തോഷിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിലൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ വരണമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതായി പോവും. നമ്മുടെ ചിന്തകൾ മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു കെയർ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഒരുപാട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടാവാം. അവർക്കെല്ലാം വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടാവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമ്മളെ കെയർ ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ ആ ഒരു മൊമെൻറ്റിൽ എത്തുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അതുവരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അൺനോണായിട്ട് എന്തിൻ്റെയൊക്കെയോ പുറകെ നിങ്ങളിങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പുതുവത്സരത്തിലെങ്കിലും മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്ര വേർഡ്സ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആവുക, ഒന്നിലേക്കും കൂടുതലായിട്ട് അട്രാക്റ്റ് ആയി പോകാതിരിക്കുക. നമ്മുടെ ലൈഫിന് കുറച്ച് ലക്ഷ്യങ്ങൾ വയ്ക്കുക. നമ്മുടെ സങ്കടങ്ങൾ നമ്മുടേത് മാത്രമാണെന്ന് വിചാരിക്കുക. അതിൽ മറ്റൊരാളുടെ സപ്പോർട്ട് ഉണ്ടാവും, മറ്റൊരാളുടെ കെയർ കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ലൈഫ് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, മനോഹരമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക. നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല, എല്ലാ വിഷമങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ ലൈഫ് ഹാപ്പി ആയിട്ട് മാറും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.